നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മകേരം നക്ഷത്രക്കാർക്ക് 1, 2 പാദക്കാർക്ക് വ്യാഴം 3-ലും പിന്നീട് 4-ലും, ശനി 11-ലും 12-ലും, രാഹു 10-ലും പിന്നീട് 9-ലും ഗോചരം ചെയ്യുന്നു. മകയിരം 3, 4 പാദക്കാർക്ക് വ്യാഴം 2, 3 ഭാവത്തിലും ശനി 10, 11 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാണ് 1202 ആണ്ട് ചിങ്ങമാസം എന്ന് പറയുന്ന തുടങ്ങി കർക്കിടകം വരെയുള്ള 12 മാസക്കാലം. സ്വത്ത്, ധനം, സമ്പാദനം, സ്വയം സംരംഭത്വം ആരംഭിക്കാനൊക്കെ തീരുമാനിച്ചവർക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. പക്ഷേ 3, 4 പാദക്കാർക്ക് തൊഴിലിലൊക്കെ സ്ഥാനഭ്രംശമോ അതുപോലെ തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ തൊഴിലിലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാം. കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനായിട്ട് നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ശാസ്താവിന് വഴിപാടുകളൊക്കെ ചെയ്യുക. കാരണം ശനി 10-ലൂടെയാണ് നിങ്ങൾക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം സംരംഭം ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ തീരുമാനിക്കുന്നവർക്ക് അതിൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്നുണ്ട്. ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഉന്നത സ്ഥാനത്തുള്ള ആളുകൾക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കുന്നതാണ്. ഉന്നത സ്ഥാനത്ത് ലഭിക്കുന്ന ആളുകൾക്ക് മേലധികാരികളുടെ പ്രീതിയൊക്കെ കിട്ടും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷനും ശമ്പള വർധനവും ഒക്കെ ലഭിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം വന്നാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു സ്ഥാനമാന ലബ്ധി വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ അന്തഛിദ്രങ്ങൾ മൂലം മനോദുഃഖം ഉണ്ടാകാം. കർമ്മപരമായിട്ട് യാത്രാക്ലേശം വന്നുഭവിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ അലസത മൂലം പരാജയ വിധി വരാം. അതുകൊണ്ട് അലസതയും നിരാശയൊക്കെ വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാം. പക്ഷേ സ്വാഭാവികമായിട്ട് അലസത വന്നു ചേരുന്നത് കൊണ്ട് ഒന്ന് കർമ്മോത്സാഹരായിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികൾക്ക്. ഉദ്ദിഷ്ട കാര്യത്തിൽ തടസ്സങ്ങൾ പലതും നേരിടേണ്ടി വരുന്നുണ്ട്. തൊഴിൽ രംഗത്ത് മനോവിഷമം അനുഭവയോഗ്യമാകുന്നുണ്ട്. വിദേശികളെ തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് തൊഴിൽ തിരികെ എത്താനും അതുപോലെ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് ജോലി കിട്ടി തിരികെ പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരുന്നുണ്ട്. ശത്രുതകളൊക്കെ മാറി ബന്ധുക്കളുമായിട്ട് ശത്രുതകളൊക്കെ മാറി രമ്യതയിൽ വർത്തിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ അരിഷ്ടത മൂലം ആശുപത്രിവാസത്തിന് യോഗം കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിൽ വിജയം പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതിയിരിക്കുന്നവർ വർഷാവസാനത്തോടു കൂടിയുള്ള പരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കാം. ആദ്യത്തേതിൽ നിങ്ങൾക്ക് പരാജയമാണെങ്കിലും വർഷാവസാനം നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. അധിക ചിലവുകൾ യാത്രാക്ലേശം മൂലം വർദ്ധിക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. ഗുണവർദ്ധനവിനായിട്ട് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് ശിവങ്കല കൂവളമാല പിൻവിളക്ക് ഇത് നടത്തുന്നതും വിഷ്ണു പ്രീതികരമായ വഴിപാടുകൾ നടത്തുന്നതും യഥാശക്തി നിങ്ങൾക്ക് ആവശ്യമല്ല രീതിയിൽ ദിവസവും നിങ്ങൾ വീട്ടിൽ തന്നെ 1008 നമഃശിവായ നിത്യവും രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരമായിട്ട് ജപിക്കുന്നതും നിങ്ങളുടെ മനോനിയന്ത്രണത്തിന് വളരെ അത്യാവശ്യമാണ്.